വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നവംബർ 5-ന് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 2, 3, 4 ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒറ്റത്തവണയായിട്ടാകും പൂർത്തിയാക്കുക. ഒന്നാം ഘട്ട കമ്മീഷനിങ്ങിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ഇടം നേടിയ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. നവംബർ 5-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുമിച്ചാകും നടത്തുക. 10,000 കോടി രൂപ അദാനി ഗ്രൂപ്പ് മുതൽ മുടക്കുന്ന രണ്ടാം ഘട്ട നിർമ്മാണത്തിൽ സർക്കാരിന് 1 രൂപ പോലും ചെലവ് വരുന്നില്ല. നിലവിൽ 800 മീറ്റർ ബെർത്ത് എന്നത് 2000 മീറ്ററായി ഉയരും. നിലവിൽ ഒരേ സമയം 2 കപ്പലുകൾ അടുപ്പിക്കാനുള്ള ശേഷിയാണുള്ളത്. 1200 മീറ്റർ കൂടി ബർത്തിന്റെ നീളം കൂടുമ്പോൾ 5 മദർഷിപ്പുകൾക്ക് ഒരേ സമയം ബർത്ത് ചെയ്യാൻ സാധിക്കും. പുലിമുട്ടിന്റെ നീളം നിലവിലുള്ള 3 കിലോമീറ്റർ എന്നത് 4 കിലോമീറ്ററായി വർദ്ധിക്കും. തുറമുഖത്തിന്റെ സ്ഥാപിത ശേഷി 10 ലക്ഷം TEU എന്നത് 50 ലക്ഷം TEU ആയി ഉയരും. രണ്ടാം ഘട്ട വികസനത്തിൽ 1 സെന്റ് ഭൂമി പോലും ഏറ്റെടുക്കേണ്ടതില്ല. കടലിൽ മണ്ണിട്ട് നികത്തിയാണ് നിർമ്മാണം നടക്കുക. ഇതുവരെയായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളുടെ പടുകൂറ്റൻ ചരക്ക് കപ്പലുകൾ ഉൾപ്പെടെ 520 കപ്പലുകളാണ് വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടത്. 11.5 ലക്ഷം TEU ചരക്കുകൾ ഇതുവരെയായി തുറമുഖം കൈകാര്യം ചെയ്തു. നവംബർ 5-ന് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 2028ഓടുകൂടി തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കുകയാണ് ലക്ഷ്യം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.